ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുക്ക് ചാനൽ. ഫെബിൻ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്ത് പ്രധാന വേഷത്തിലായി നിഖില വിമൽ, ഹക്കീം, അജു വർഗീസ് ഒക്കെ എത്തുന്ന ഒരു പുതിയ മലയാള ചലച്ചിത്രമാണ് ഒരു പെണ്ണ് കേസ്. അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ ടീസർ 2 മാസം മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം കോമഡിയൊക്കെ ഉള്ളൊരു എൻ്റർടൈനർ പോലെയാണ് സിനിമ വരുന്നത്. അപ്പോൾ നമുക്ക് ടീസറല്ല, ഇപ്പോൾ ട്രെയിലറാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ ഇതിൽ ടീസർ കണ്ടിടത്തോളം എനിക്ക് മനസ്സിലായത് ഒരു പെണ്ണ് പൈമാര്, അതായത് പുരുഷന്മാരെ പറ്റിക്കുന്നു എന്നുള്ളൊരു സ്പോട്ടിലുള്ള ഒരു കോർ തീമാണ് വരുന്നത്. കണ്ടു നോക്കാം. മറ്റേ കോമഡിയിലുള്ള പയ്യൻ ഹക്കീം. പുറത്തെന്താണോ പ്രശ്നം? ഒരു കച്ചറ കല്യാണം അടിയും പിടിക്കും. നിങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് പെൺകുട്ടി എന്താണ് പേര്? സൂസൻ, ബിന്ദു. എല്ലാം ഉണ്ട് മന്ത്രവാദിയൊക്കെ. അപ്പൊ ഇതൊരു പെണ്ണ് മാറി മാറി കല്യാണം കഴിക്കുന്നതാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാം ഐഡന്റിറ്റി മാറ്റി, പേര് മാറ്റി, ജാതി മാറ്റി, മതം മാറ്റി. അപ്പൊ ഒരു കോമഡി, എനിക്കൊരു സർക്കാസം പോലത്തെ ഒരു സിനിമ ആയിരിക്കും. ഒരു നല്ലൊരു കോമഡി പടമായിരിക്കും കണ്ടിട്ട്. എന്നിട്ടാണ് ഇത്ര സ്വർണം കൊടുത്തത്. അമ്മ കോൺഗ്രസ് സാർ. ഇവള് പറ്റിച്ച് കടന്നു കളഞ്ഞ സ്ഥലങ്ങൾ നോക്കി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള മൊത്തം റൂറൽ ഏരിയാസ്. നിനക്കിത് എവിടെ നിന്നറിയാം? ഇതെല്ലാം ഇത് കൊറ്റക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. സാറേ, സാറ് മാന്യനായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. സാറിൽ അത്യാവശ്യം ഈ നമുക്ക് എല്ലാവരും കണ്ട് പരിചയമുള്ള മുഖങ്ങളൊക്കെ തന്നെയാണ്. ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബിലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, സിനിമയിൽ കണ്ടുവരുന്ന കുറച്ച് മുഖങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു തമാശ മുഖേനയുള്ളൊരു സിനിമയാണ്. എവിടെയൊക്കെ പോയി കല്യാണം കഴിച്ചു ഇവളെന്ന് അറിയാൻ വേണ്ടി പോലീസ് തപ്പുന്നതാണ്. എല്ലാ മതത്തിൽ നിന്നും കല്യാണമുണ്ട്. എന്തൊക്കെ വള്ളിയും കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്പനിമിഷങ്ങളും കൂടെ ഉണ്ട്. രാഹു കടിയേറ്റ രാഹുവിന്റെ കുടുക്ക നത്ത് അതിലുള്ള ആ പുള്ളിയുണ്ട്. അതായത് ആവേശമില്ലല്ലോ, രോമാഞ്ച സിനിമയിലുള്ള. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് നല്ലൊരു കോമഡി ആയിട്ടുള്ള ഒരു വരവായിരിക്കും. ഇപ്പോൾ പിഷാരടി, അജു വർഗീസ്, അങ്ങനെ കുറേ കോമഡി ആൾക്കാരൊക്കെ ഉണ്ട്. ആ പഴയ സോണിലുള്ള കോമഡിയൊക്കെ വരാൻ ചാൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് നിഖില വിമൽ എനിക്ക് തോന്നുന്നത് നല്ല രീതിക്ക് ഈ ഒരു ക്യാരക്ടർ റോള് ചെയ്യുമെന്ന് തന്നെയാണ്. കാരണം നിഖിലക്ക് ഇത് ചേരും. അതായത് ഇനിയിപ്പോൾ ഇതിൽ മുസ്ലിം കല്യാണം, ഹിന്ദു കല്യാണം, ക്രിസ്ത്യൻ കല്യാണം, ഇനി വേറെ ഏതെങ്കിലും മതം ഉണ്ടെങ്കിൽ ആ കല്യാണമൊക്കെ എല്ലാം ഇതിലുണ്ടാവും. ഓരോ സ്ഥലം മാറി കല്യാണം കഴിക്കുക, പേര് മാറ്റുക. അപ്പം സാധാരണ നമ്മളിത് കാണുന്നത് പുരുഷന്മാരായിരിക്കും. പുരുഷന്മാരൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ മാറ്റുക, വേറെ കല്യാണം കഴിക്കുക, ഐഡന്റിറ്റി മാറ്റുക എന്നുള്ളതൊക്കെ. പക്ഷെ ഇവിടെ സ്ത്രീ ആയിട്ടാണ് വരുന്നത്. അപ്പം അവിടെ തന്നെ ഒരു തീം മാറുകയാണ്, ക്യാരക്ടർ ചേഞ്ച് ആകാണ്. ഒരു വെറൈറ്റി കോൺസെപ്റ്റ് വരെയാണ്. സ്ഥലം മാറി ഒരാളെ കല്യാണം കഴിക്കുക, അത് സ്ത്രീ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആര്. പിന്നെ ഇതിലൊരു കോമഡികളും തമാശയും, ചിലപ്പം അവസാനം എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളോ വരുമെന്ന് അറിയില്ല. ആ സിനിമ കണ്ടാലേ അറിയാൻ പറ്റൂ. പക്ഷേ ട്രെയിലർ നന്നായിട്ടുണ്ട്, കോമഡി ആയിട്ടുണ്ട്, ഒരു 5 എന്താ പറയുക, ഒരു വൈബായിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു പടം മൊത്തത്തിലൊരു എൻ്റർടൈനർ ആവാനാണ് ചാൻസ് കൂടുതൽ കണ്ടിട്ട്. ആൻഡ് നിഖില വിമൽ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ഒരു സിനിമയായിട്ട് എത്തുന്നു. അജു വർഗീസ് ആ കോമഡി ആയിട്ട് വീണ്ടും പഴയതായിട്ട് എത്തുന്നു. ആൻഡ് പിഷാരടി ഉണ്ട്. പിഷാരടി കൂടെ ആ നത്ത് ആ സിനിമ, രോമാഞ്ച സിനിമയിലുള്ള ആ പുള്ളിക്കാരൻ്റെ പേരെനിക്ക് വിട്ടുപോയി. ആ പുള്ളിക്കാരനും ഉണ്ട്. അങ്ങനെ അത്യാവശ്യം അറിയാവുന്ന, നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ അറിയാവുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അത്യാവശ്യം ഒരു നല്ലൊരു കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ് വരാൻ പോകുന്നു എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. കണ്ടിട്ട് നല്ലൊരു തീമാണ്. സാധാരണ പുരുഷന്മാരാണ് ഇങ്ങോട്ട് വരുന്നത്, ഇപ്പോൾ സ്ത്രീകൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഒരു കോർ തീം തന്നെ അവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫൺ കോമഡി എൻ്റർടൈനർ വരാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഫെബിൻ സിദ്ധാർത്ഥാണ് ഡയറക്ടർ. അപ്പോൾ ഇതിൽ എന്താ പറയുക, കുറച്ച് ഹക്കീമുണ്ട്. ഹക്കീം നിങ്ങൾക്കറിയാം, സിനിമ ഇപ്പോൾ ലാസ്റ്റായിട്ട് ആസിഫ് അലിയുടെ ഒരു മിറാഷ് ആ സിനിമയിലൊക്കെ അഭിനയിച്ച ഹക്കീമായിരുന്നു. അപ്പോൾ ഹക്കീം ഇതിൽ പോലീസായിട്ട് വരുന്നുണ്ട്. സിനിമ പതിയെ കോമഡി ആയിട്ടൊന്ന് അവസാനം ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു
തീം മാറുന്നുണ്ട്, ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്കാണ് അത് ചുമ്മാ ഒറ്റ സീനും എല്ലാം ആയിരിക്കും, ബാക്കി വീണ്ടും കോമഡി എല്ലാം ആയിരിക്കും എന്നിട്ടാണ് തോന്നുന്നത്. പിന്നെ പോലീസ് പിടിക്കുന്നവളെ പോലീസ് പിടിച്ച് നിഖിലാമയിലെ പോലീസ് പിടിച്ചെന്ന് കാര്യങ്ങൾ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് പറ്റിയെന്നൊക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും സിനിമയിൽ. ആൻഡ് ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഈ സിനിമ ഇറങ്ങുമ്പോൾ കുറച്ച് കുരുവൊട്ടാനൊക്കെ ചാൻസ് ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പെണ്ണാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഒരു ഡയറക്ടർ ഒരു പെണ്ണിനെ ഇങ്ങനെ പോർട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞു, പെണ്ണിനെ ഇങ്ങനെ പോർട്രേറ്റ് ചെയ്യാൻ ആൾക്ക് മനസ്സു എന്നുള്ള ഒരു ടോപ്പിക്കും സാധനങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും നമ്മൾ കണ്ടു നോക്കാം. ഒരു പെണ്ണ് ടീസർ, ഒരു പെണ്ണ് കേസ്, അതാണ് നമ്മളിത്. അപ്പോൾ നിഖില മാമിൽ നന്നായിട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ടീസർ കൊള്ളാം ഗൈസ്.